തദ്ദേശ വകുപ്പിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനമാണ്. അപ്പം ലീഗിന് നേരിട്ട് പങ്കല്ലേ ഇതിനകത്തുള്ളത്? ലീഗിന് നേരിട്ട് പങ്കുണ്ട്. ലോക്കൽ ബോഡീസ് ലീഗിൻ്റെ മന്ത്രിയല്ലേ. നേരിട്ട് ലീഗും പിന്നെ ലീഗിനാണ് ഇത് ഏറ്റവും കൂടുതൽ പങ്കുവന്നത്. ആദ്യം പിന്നെ 18/7/2026 ലീഗ് ഇറക്കിയിരിക്കുന്നു. 2 ദിവസം കൊണ്ട് ഒരു കൊടും പിന്നെ ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് വേണ്ടി UP പോലും ഇങ്ങനൊരു ഉത്തരവ് ഇറക്കാനില്ല. ഉത്തർപ്രദേശിൽ പോലും ഇങ്ങനൊരു ഉത്തരവ് ഇറക്കാനില്ല. 2 ദിവസം കൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുക. നാണക്കേടാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് ഞാൻ കേൾക്കുകയാണ്. 2 ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചിരിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധ, ഭരണഘടനാ വിരുദ്ധ, സാംസ്കാരിക ശൂന്യമായ നടപടി സംബന്ധിച്ച് 2 ഡിപ്പാർട്ട്മെൻറ്റുകളായതുകൊണ്ട് അങ്ങ് ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ബന്ധപ്പെട്ട ഫയൽ വിളിപ്പിച്ച് ഇത് ക്യാൻസലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലേബർ കോഡ് നടപ്പിലാക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ലേബർ കോഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ അഭിപ്രായം നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇതുവരെ കേന്ദ്രത്തെ കേരളം അറിയിച്ചിട്ടില്ല. കേരളം നേരത്തെ അറിയിച്ചിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ ഒരു കാരണവശാലും ഈ ലേബർ കോഡിലുള്ളത് കേരളം നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഗോപാൽ ഗൗഡെ എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജി പങ്കെടുത്തുകൊണ്ട് BJP ഒഴികെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഉന്നതതല കോൺക്ലേവ് യോഗം ഇവിടെ ചേർന്നത്. ആ കോൺക്ലേവ് യോഗത്തിൽ ഈ പൂർണ്ണമായി ലേബർ കോഡിനെ തള്ളിക്കളയുന്നില്ല. പക്ഷേ അതിലുള്ള തൊഴിലാളി വിരുദ്ധ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നമുക്ക് നിലപാട് സ്വീകരിക്കാം, തൊഴിലാളികളുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം, നമുക്ക് കേരള സംസ്ഥാനത്തിന് ഭരണഘടനാപരമായ അവകാശങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വന്തമായ നിയമനിർമ്മാണം നടത്തുന്നതിനെ സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്യണം. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഈ ശ്രീ ഗോപാൽ ഗൗഡ നമ്മളെ കൊണ്ട് ഏൽപ്പിച്ചതാണ്. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവിടെ ഫയലിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയാണ് വളരെ അടിയന്തരമായിട്ട് വേണ്ടത്. ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണല്ലോ മറ്റൊരു ഗവൺമെൻറ് എന്ന് ഇപ്പോൾ പറയുന്നത്. PM ശ്രീയിൽ ചെന്ന് പെട്ട് സത്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പ്രഖ്യാപിച്ച് നാണം കെട്ടതുപോലെ ഈ കാര്യത്തിൽ നാണം കെടാൻ പോകാതെ ഗോപാൽ ഗൗഡയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവണം. ആവശ്യമെങ്കിൽ കേരള സംസ്ഥാന ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി തയ്യാറാവണം. മറ്റു നടപടികളിലേക്ക് പോകാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തയ്യാറാവേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഇതിൽ വോട്ടെടുപ്പ് വേണ്ടിയത്, വോട്ടെടുപ്പ് അല്ലാതെ ഈ കൈവെക്കാൻ അല്ലാതെ വോട്ടെടുപ്പ് നടത്തിക്കൊണ്ടായിരുന്നു ആവശ്യപ്പെട്ട സമയം കിട്ടിയത്. അല്ല, ബോളുണ്ടാക്കി വരും പെട്ടെന്ന് കൈവെക്കാൻ പറഞ്ഞ മേയർ തന്നെ അല്ല 300 കോടി രൂപയുടെ കെട്ടിടം നിർമ്മിക്കുക വെച്ചാൽ ലൈറ്റ് ബൾബ് വാങ്ങാൻ പൈസയില്ല. ബൾബ് വാങ്ങാൻ പൈസയില്ലാത്ത കൂട്ടരാണ് 300 കോടി രൂപയുടെ കെട്ടിടം വയ്ക്കുന്നതിന് വേണ്ടി പറയുന്നത്. പാർലമെന്റ് പോലെ ഉണ്ട്, പാർലമെന്റ് പോലെ. യഥാർത്ഥത്തിൽ ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ഇന്ത്യൻ പാർലമെൻറ്റ് പോലെ, ലോകസഭ യോഗം ചേർന്ന പാർലമെൻറ്റ് പോലെ ഞങ്ങളൊരു മന്ദിരം ഇവിടെ കെട്ടും, അത് നരേന്ദ്രമോദി പറഞ്ഞിട്ടാണെന്ന് പറയാത്തത് നമ്മുടെ ഭാഗ്യം.